ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ഫോണിൽ സ്പേസ് ഇല്ലാണ്ടായപ്പോൾ ഇങ്ങനെ എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഇടാൻ വിട്ടുപോയതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതേ നല്ല കോടമഞ്ഞുള്ളൊരു സമയം തന്നെയായിരുന്നു. അവിടുന്ന് ഇവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ കാണാൻ നല്ല പ്രയാസമായിരുന്നു കേട്ടോ. അപ്പം അന്നത്തെ രാത്രി അങ്ങനെ നമ്മളവിടെ എത്തി. പിറ്റത്തെ ദിവസം രാവിലെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. ചുറ്റിനും കുറേ തോട്ടങ്ങളും കുളവും എല്ലാം ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്ഥലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിസോർട്ടിലൊക്കെ പോവില്ലേ, കുറേ തോട്ടങ്ങൾക്കിടയിൽ ആ ഒരു സെയിം ഫീൽ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു വീട്ടിൽ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ വീടാട്ടാ. അപ്പം അങ്ങനെ അതേ ഇത് എല്ലാത്തിൻ്റെ നടുക്കൽ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു വീട്, കാണാനും നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അച്ഛനും ആമിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു കുളം അതും ഇതും ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. രാവിലെ എണീറ്റ വശം പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ബോൾ പിടിച്ചിട്ട്. അങ്ങനെ അതേ അച്ഛനും ആമിയും കൂടെ അങ്ങോട്ടും അടിച്ച് ഇങ്ങോട്ടും അടിച്ചിട്ട് ഒരു ബഹളം തന്നെയായിരുന്നു. എങ്ങാനും ഒരു അബദ്ധവശാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇവരെ അടിച്ചോടിപ്പിക്കുന്ന രീതിക്കായിരുന്നു കേട്ടാ. അപ്പം ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു അനിയനാട്ടാ. അച്ഛൻ്റെയും ആമിയുടെയും കളിക്ക് പുതിയൊരു മെമ്പറും കൂടെ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. ആളും കൂടെ ജോയിൻ ആയപ്പോൾ പിന്നെ ഡോറ് പോലും തുറക്കാൻ പറ്റുന്നില്ല, കാരണം അടിച്ച് തെറിപ്പിക്കായിരുന്നു കേട്ടോ അകത്തേക്കൊക്കെ പോള്. അപ്പം അങ്ങനെ കുറേ നേരം നമ്മൾ അവരുടെ കളിയൊക്കെ കണ്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഇവിടുത്തെ അടുത്ത വീട്ടിലെ ഒരു അച്ചാച്ചനും മോനും കൂടെ അവിടെ മഞ്ഞളൊക്കെ കൃഷി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇതിങ്ങനെ കുഴിച്ചിട്ട് എടുത്തോണ്ടിരിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇവിടെ കൃഷിയൊക്കെ ചെയ്യണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാനും അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരം നോക്കി. ആ ഒരു പരിസരത്ത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മഞ്ഞളുണ്ട് എന്നൊന്നും തോന്നൂല കേട്ടോ. അങ്ങനെ ഒരു പുല്ല് മുളച്ച് കിടക്കായിരുന്നു. ഇവരെങ്ങനെയാണാവും അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ തപ്പിയെടുക്കുന്നതാട്ടോ എനിക്ക് അത്ഭുതം. മഞ്ഞളൊക്കെ ഏകദേശം പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ചിരട്ടയിൽ ഇങ്ങനെ എരേനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചൂണ്ടിടാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ താഴത്തെ ആ കുളത്തിൽ പോയിട്ട് ഇവർ ചൂണ്ടിടാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആമിയും അച്ഛനും അവനും കൂടെ അത് ആ ഒരു ചൂണ്ടിടുന്നത് കാണാനായിട്ട് പോയിരുന്നു കേട്ടാ. കുറേ നേരം അവിടെ ഇരുന്നു. ചൂണ്ട ഇടുന്നുണ്ട്, പക്ഷേ മീനിനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടാ. നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയായിരുന്നു. ചെറുതായിട്ടൊരു വെയിൽ, പക്ഷെ ആ ഒരു വെയിലിന് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഈ ഒരു കുളത്തിന്റെ സൈഡിലായിട്ട് ഇവർ നട്ടിട്ടുണ്ടായിരുന്ന കരിമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ചൂണ്ടിടുന്ന പരിപാടി നിർത്തിയിട്ട് അവരടുത്തത് കരിമ്പ് പറിക്കാനായിട്ട് നിന്നു കേട്ടാ. അങ്ങനെ ആ ഒരു കുളത്തിന്റെ അവിടെ നിന്നിട്ട് തന്നെ ഇവരുടെ കരിമ്പ് തീറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടാ. പിന്നെ കഴിച്ചതിന് ശേഷം വലിയൊരു വണ്ണുള്ള ഒരു കരിമ്പിന്റെ കടയും കൊണ്ട് ഇവർ നേരെ മേലേക്ക് കയറി വന്നു. നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കരിമ്പൊന്നും കഴിച്ചിട്ടില്ല. ഈ ഒരു പൂരപ്പറമ്പിലൊക്കെ കാണുന്ന കരിമ്പല്ലേ അങ്ങനെ കഴിക്കാറ്. പക്ഷെ ഇതിന്റെ അത്രയും അങ്ങോട്ട് കറുപ്പ് കളറില്ല കേട്ടോ. ഇതിന്റെ ആ ഒരു തണ്ടിന് നമ്മളിവിടെ ഒക്കെ കാണുന്നത് ഒരു കറുപ്പ് കളറല്ലേ, ഇത് അത്രയ്ക്ക് അങ്ങോട്ട് കളറില്ല കേട്ടാ. നല്ല മധുരമുണ്ട്, നല്ല മൂത്തിട്ടും ഉണ്ടായിരുന്നു കേട്ടാ. അപ്പം അങ്ങനെ നമ്മൾ കരിമ്പൊക്കെ വെട്ടിക്കഴിച്ചു. പിന്നെ ഇതിന്റെ പരിസരത്ത് കുറേ പച്ചമുളകുകൾ ഉണ്ടായിരുന്നു. അത് വയലറ്റും പിന്നെ അതുപോലെ ചെറിയ കാന്താരിയില്ലേ അതും, പിന്നെ നമ്മൾ വലിയ ടൈപ്പ് ഒരു മുളകില്ലേ, അങ്ങനെ കുറേ മുളകുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുത്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സ്ഥലമൊന്നും ഇല്ല വെക്കാനും ഉണ്ടാക്കാനൊന്നും, പക്ഷെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം കേട്ടോ. അപ്പം ഇനി വീടും സ്ഥലമൊക്കെ എടുക്കുമ്പോഴും നല്ല ആഗ്രഹമുണ്ട് ബാക്ക് സൈഡിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും പറയണതാട്ടോ, ഒരു സങ്കല്പം എന്നൊക്കെ പറയില്ല അത്. അപ്പം അങ്ങനെ മുളകും തൈയൊക്കെ നമ്മൾ കുറേയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടാണ്. നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് പുറത്തു പോയിട്ട് കഴിക്കാന്നാട്ടാ വിചാരിച്ചിട്ടുള്ളത്. പുറത്തു പോയിട്ടെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാന്നല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് നല്ല ഏതെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരുന്ന് കഴിക്കാന്നുള്ളതാട്ടാ പ്ലാനിങ്. അപ്പം അങ്ങനെ അതേ അതിനുള്ള പദ്ധതിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇല വെട്ടി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വാട്ടിയിട്ടാ. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു എല്ലാം സെറ്റാക്കുന്നത് ജിത്തു ആട്ടാ. അപ്പം അങ്ങനെ നമ്മൾ ചോറിട്ടു. നമ്മൾ 2 ഇല മാത്രമാണ് എടുക്കുന്നത്. ഒരു ഇലയിൽ നിന്ന് 2 പേര് വെച്ചിട്ട് കഴിക്കാനാട്ടാ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അതിൽ നമ്മൾ ചോറൊക്കെ ഇടുന്നുണ്ട് കേട്ടാ. അപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് മൊത്തം 2 ഇലയിലായിട്ട് നമ്മളിങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. ഒരുപാട് കറികളൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനമാക്കിയതാട്ടാ ഇങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആട്ടാ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ 2 ഇലയിലും ചോറ് നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തക്കാളി ചട്നി ആട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു തക്കാളി ചട്നിയും ചോറും കൂടെ കാണുമ്പോൾ ശരിക്കും സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു ഫീൽ ആട്ടാ വരിക. അപ്പം അങ്ങനെ അതെ, ഞാൻ ആ ചോറിൻ്റെ മേലെ ഇടുന്നൊക്കെ പറഞ്ഞിട്ടും ആള് ഭയങ്കരമായിട്ട് സൈഡിലൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്.
അപ്പം അങ്ങനെ ആ ഒരു തക്കാളി ചട്നി നമ്മുടെ 2 ഇലയിലും ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ ഇനി ഇതിലേക്ക് ഇടുന്നത് നമ്മുടെ പൊട്ടാറ്റോ അല്ലേ, ഉരുളൻകിഴങ്ങ്, അതിലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ 2 ഇലയ്ക്കുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആവേശമായിരുന്നു. ഇതൊക്കെ സെറ്റാക്കി നമുക്കിങ്ങനെ പോയി കഴിക്കണം, അങ്ങനെ ഒരു പ്ലാനിങ്ങിലാട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ. പിന്നെ നല്ല കുഞ്ഞമ്മത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ 2 ഇലയ്ക്കുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ഇട്ടിട്ടുണ്ട്. നമ്മളിനി അവിടെ പോയിട്ട് ഇനി തികയാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കേട്ടോ നമ്മൾ മത്തി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ മേലേക്ക് മുട്ട പൊരിച്ചതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു തേങ്ങാ ചമ്മന്തി, തേങ്ങയും പിന്നെ അതുപോലെ നമ്മളവിടെ കണ്ടില്ല ആ ഒരു കാന്താരി, കുഞ്ഞ് കാന്താരി, അത് പുളി എല്ലാം കൂടെ ഇട്ടിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു ചമ്മന്തി തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പം അങ്ങനെ വലിയ ഓരോ ഉരുളാക്കിയിട്ടാട്ടോ ഓരോ ഇലയിലും നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പം ചമ്മന്തിയും കൂടെ അങ്ങനെ വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഈ ഒരു ഇലയിൽ നമ്മളൊരു മുട്ട പൊരിച്ചത് വെക്കണം, പിന്നെ കുറച്ച് അച്ചാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പം നല്ല തോളൂരിൻ്റെ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു, അപ്പം അതും അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അച്ചാർ വെച്ച് കൊടുത്തു. അപ്പം അങ്ങനെ നമ്മുടെ ഇനി ഒരിലേക്ക് ഒരു മുട്ട പൊരിച്ചതും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം അതങ്ങനെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചട്ടകൊന്നും എടുക്കാണ്ടുള്ള മരിച്ചിടാനുള്ള ഷോ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ നമ്മുടെ ഇലയിലുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഇല ഒന്ന് മടക്കി വെക്കുക. കുറച്ചധികം ടൈം നമ്മുടെ ആ ഒരു ഇലയിൽ ഇതെല്ലാം കൂടെ ഇരിക്കുമ്പോഴാട്ടാ നമ്മുടെ ആ ഒരു പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുക. അപ്പം ഈ ചെയ്യുന്നതെല്ലാം കാണാനായിട്ട് അവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആമിക്കുട്ടി സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു വാഴല നന്നായിട്ട് വാട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോൾ പൊട്ടില്ല. അതല്ലാതെ ശരിക്കും വാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മടക്കുമ്പോഴേക്കും പൊട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ലീക്കായിട്ട് പുറത്തേക്കൊക്കെ ആവട്ടാ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇല വാടിയത് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൊതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഇലയും കൂടെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ പുറത്തിറങ്ങാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ 2 പട്ടികളുണ്ട് കേട്ടോ. ഒന്ന് നായും ഒന്ന് പട്ടിയാണ്. അപ്പോൾ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളതിനായിട്ട് ആമി എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കളിക്കുന്നുണ്ട്. ഈ ഒരു വലുതിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. എങ്ങാനും ഈ കൂടൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കാനേ സമയം ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു കേട്ടോ എനിക്കതിനെ കാണുമ്പോൾ. ഭയങ്കര പേടിയാണ്. അടുത്തേക്ക് എങ്ങാനും വന്നാൽ തീർന്ന്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പോകാനായിട്ട് എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അതിലൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കീ ചെയിനിലൊരു ബൊമ്മക്കുട്ടി പോലെ ഉണ്ടായിരുന്നു. അപ്പം ആമി അതിനൊക്കെ പിടിച്ച് ആമിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ ഇങ്ങനെ അതിനോട് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പോകാനുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മാനന്തവാടി ഭാഗത്താണ്. അപ്പം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാട്ടിക്കുളം റൂട്ടിലേക്ക് പോകുമ്പോൾ ചേകാടി എന്നുള്ള സ്ഥലത്തേക്കാട്ടോ നമ്മൾ പോണത്. അപ്പം അവിടുത്തേതാണ് നമ്മൾ ആ ഒരു പോവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ. അപ്പം അങ്ങനെ അച്ചു ആമിയും എല്ലാവരും, ഇത് എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഭയങ്കര ആർമാദത്തിലാട്ടാ. ഞാൻ ഇതിൻ്റെ കുറച്ച് ഷോർട്ട് വീഡിയോ മുന്നിട്ടിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ പൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ പൊല്യൂഷൻ എടുക്കാനായിട്ട് കയറി. കാരണം അവൻ കൂടുതലും ബൈക്കാണ് യൂസ് ചെയ്യാറ്, കാർ എടുക്കൽ കുറവാണ്. അപ്പം അങ്ങനെ പൊല്യൂഷൻ ഇല്ലാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ പൊല്യൂഷൻ എടുത്ത് പിന്നെ നമ്മളവിടെ നിന്ന് വീണ്ടും യാത്ര പോയിട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് മാത്രമേ കുറച്ച് കാണിക്കുന്നുള്ളൂ. അവിടെ എത്തിയിട്ടുള്ള വിശേഷം നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ.